ഗുഡ് മോർണിംഗ്. കുറേ പേര് ചോദിച്ച ഒരു റെസിപ്പിയാണ് പഴം കൂട്ടിയ ദോശേൻ്റെ റെസിപ്പി. ഇത് ഞങ്ങൾ നാട്ടിലുള്ള സമയത്തായിരുന്നു പഴം കൂട്ടിയ ദോശേൻ്റെ ഈ ഒരു റെസിപ്പി എടുത്തിട്ടുണ്ടായത്. പഴക്കൊലയിലായ സമയത്ത് അത് കൊത്തി വെക്കുന്നുണ്ട് അമ്മ. പഴം വീട്ടിൽ ഒരുപാടുള്ളപ്പോൾ നല്ലതായിട്ട് പഴുത്തിട്ടുണ്ടാകുമ്പോൾ അത് നമ്മൾ പഴം കൂട്ടിയ ദോശ ആക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഭാഗത്താണ് കൂടുതൽ ഈ പഴം കൂട്ടിയ ദോശ ആക്കുന്നത്. അപ്പോൾ പച്ചരി പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി. അത് നല്ലോണം കഴുകിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഈ റെസിപ്പി പലർക്കും അറിയില്ലായിരിക്കും. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അരി അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അരി അരച്ചത് ഒഴിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ പഴുത്ത പൂവമ്പഴമാണ് എടുത്തിട്ടുള്ള ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ പഴം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ദോശ ഭയങ്കര പാത്രം, അതായത് സോഫ്റ്റ് ആവും. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പഴം നമ്മൾ കയ്യിനെ കൊണ്ട് തന്നെ ഈ ഒരു കൂട്ടിലേക്ക് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. കുറച്ച് കുഞ്ഞ് പീസ് പഴം കടിക്കാനുണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ മിക്സിയിലിട്ട് അടിക്കുന്നതാണ്, അപ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ ഇതുപോലെ ചെയ്യണം. നമ്മളെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന ദോശയല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കൈനെ കൊണ്ട് ഫുള്ളാക്കിയിട്ട് പഴം ഒന്ന്, നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറയും ഞെരടുകയാണ്. അപ്പോൾ ഇങ്ങനെ പഴം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഴംകൂട്ടിയൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പഴംകൂട്ടിയ റെസിപ്പി മാത്രമല്ല, രാവിലെ അരച്ച ദോശ എൻ്റെ അത് കണ്ടിട്ട് ഉഴുന്നില്ലാത്ത ഈ ദോശേൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചേച്ചിന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം തന്നെ മാക്സിമം ഇടാൻ നോക്കാം. പിന്നെ ബാറ്റർ ഭയങ്കര കട്ടിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ദോശക്കല്ലിലല്ല പാനിലാണ് ചുടുന്നത്. ദോശക്കല്ലിൽ ചുട്ടാലും നമുക്ക് തിരിച്ചിടാൻ പറ്റൂല, കാരണം നല്ല പദമായിരിക്കും. അപ്പോൾ പാനിൽ സൈഡിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട്, സൈഡെല്ലാം ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചൂടായ ശേഷം, കല്ല് ചൂടായ ശേഷം, പാന് ചൂടായ ശേഷം ഇതുപോലെ ഒരു തവി ചുട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയാൽ മതി. എന്നിട്ട് നമുക്ക് അത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ദോശയാണ് പഴംകൂട്ടിയ ദോശ. അപ്പോൾ ലോ ഫ്ലെയിമിലിടണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വെന്തിട്ട് നല്ല ടേസ്റ്റുള്ള ദോശ കിട്ടുള്ളൂ. ഇന്ന് വലിയ ഹായ് ഉള്ളത് പാർത്ഥിവ കുട്ടിക്കും അതുപോലെ ആഷ്മിയ കുട്ടിക്കുമാണ്. ഇവർക്ക് രണ്ടാക്കും കുറേ ദിവസമായി ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടാക്കും വലിയ ഹായ്. അപ്പം നമ്മളെ ദോശയിലേക്ക് വെളിച്ചെണ്ണ മുകളിലെ ഭാഗത്തേക്ക് ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. അപ്പം നമുക്ക് നമ്മളുടെ പ്ലേറ്റിലേക്ക് അത് വെക്കാം. അപ്പം ഇങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. അത്ര വലിയ പണിയൊന്നുമില്ല. പിന്നെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പഴംകൂട്ടിയ ദോശയ്ക്ക്. നിങ്ങളുടെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം മറക്കണ്ട. ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ പഴംകൂട്ടിയ ദോശയാണ് ആക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് നാൾ മുമ്പെടുത്ത റെസിപ്പി ആണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പഴംകൂട്ടിയ ദോശ. റെസിപ്പിയല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് പഴംകൂട്ടിയ ദോശ. ഈ ദോശ തിരിച്ചിടുന്നതിന് മുമ്പ് ഇതുപോലെ വെളിച്ചെണ്ണ മുകളിലാക്കിയാലാണ് അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ഇതും കൂടി കിട്ടുമ്പോഴാണ് ടേസ്റ്റ് കുറച്ചും കൂടി കൂടുക. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയ ശേഷം തിരിച്ചിടണം. പിന്നെ ഈ ദോശേൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ദോശക്ക് കറി വേണ്ട. ദോശ വെറുതെ ഇങ്ങ് തിന്നാൽ മതി. കറീൻ്റെ ആവശ്യമേ ഇല്ല. കാരണം പഴം നല്ല മധുരം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ആ സോഫ്റ്റ്നെസ് ഞാനിപ്പം കാണിച്ചു തരാം. ഇതാ കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അടിപൊളി ടേസ്റ്റുള്ള ദോശ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട്, നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം.